എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2024 ഒക്ടോബർ മാസത്തിൽ എന്താണ് എല്ലാ നക്ഷത്രക്കാരുടെയും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മൾ പെൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ നോക്കാം. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. മാനസികമായ ക്ലേശങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ സന്തോഷം, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഓരോ വിജയങ്ങൾ, വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിൻ്റെയൊക്കെ ചിലർക്ക് പണി തീർന്നിട്ടുണ്ടാവാം, ചിലർക്ക് അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. മാനസികമായ ഉല്ലാസങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തും. പിന്നെ നമ്മൾ രോഗാവസ്ഥയിലൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന സമയമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഭരണി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് നല്ല പുരോഗതി, മാനസികമായ സംഘർഷങ്ങൾക്കൊക്കെ ഒരയവ് വരുന്ന സമയമാണ്. ജീവിതത്തിനുള്ളതായ ഒരു പാത, അല്ലെങ്കിൽ നമുക്ക് വഴിമുട്ടി നിൽക്കുന്നവർക്ക്, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് അതിനൊക്കെ ഉള്ളൊരു ഉയർച്ച, അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു സന്തോഷകരമായ അവസ്ഥകളൊക്കെ കടന്നു വരിക. വിവാഹം നടക്കാൻ വൈകിയവർക്കൊക്കെ ശ്രമിച്ചാൽ വിവാഹം നടക്കുന്ന സമയമാണ്. കുടുംബത്തിൽ എല്ലാവരും തമ്മിലൊരു ഐക്യം, പരസ്പര സ്നേഹമൊക്കെ ഉണ്ടാവാൻ ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കുന്ന ടൈമാണ് കേട്ടോ. അതിന് നമ്മൾ കൂടുതൽ ഒരു ശ്രമം നടത്തണം. പൊതുവിൽ നിങ്ങളൊരു പരിക്കം മട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് സാധ്യത കുറവാണ്, അല്ലെങ്കിൽ കുടുംബത്തെ ഐക്യമൊക്കെ ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്കും പൊതുവിൽ മാനസികമായ ഒരു സന്തോഷം ഒക്കെ ഉണ്ടെങ്കിലും എന്തോ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ പരിഭവപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ക്ലേശിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാം. നമുക്ക് വളരെ കാലമായി വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചിട്ടും ഇനിയും നടക്കാത്തവർക്ക് ശ്രമിച്ചാൽ ഈ മാസം നമുക്കത് നേടിയെടുക്കാവുന്നതാണ്. മാനസികമായ കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഉത്സാഹിച്ചിറങ്ങിയാൽ ജീവിത വിജയത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വളരെ കാലമായിട്ട് വിദേശത്തു നിന്ന് നാട്ടിലൊക്കെ വരാൻ വയ്യാതെ കണ്ട് വിഷമിച്ച് വിദേശത്ത് തന്നെ താമസിക്കുന്നവർക്കും ഈ വർഷം ശ്രമിച്ചാൽ നാട്ടിൽ വരാനൊക്കെ പറ്റുന്ന സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ ആ അഭിലാഷങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്. വീട്, സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ജോലി കാര്യങ്ങളിലൊക്കെ പുരോഗതി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് കേട്ടോ. അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. സാമ്പത്തികമായ വർധനവുണ്ടാവും. രോഗാവസ്ഥയിലൊക്കെ ഇരുന്നവർക്ക് അതിനൊക്കെ ഒരയവുണ്ടാവുന്ന സമയമാണ്. ജീവിതത്തിലെ വിജയങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും പിന്നിൽ നിന്ന് ഒരു ബൂസ്റ്റ് തരുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ ഈ മാസം അതിന് കഴിഞ്ഞില്ല എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ മടിയന്മാരായൊന്നും പോവരുത് കേട്ടോ. കാരണം നല്ല രീതിയിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മാസം വിജയത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ള, ജോലി സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം കരുതലെടുക്കേണ്ട ഒരാവശ്യം കൂടിയുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് മകേര നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം. വാക്കുതർക്കങ്ങളൊന്നും ഉണ്ടാവാതെയും അതുവഴിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആരുമായിട്ട് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ബന്ധങ്ങളൊക്കെ അകന്നു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കരുതലോട് കൂടി വേണം നമ്മുടെ ഓരോ ചുവടുവെപ്പുകളും, നമ്മുടെ സംസാരങ്ങളും ഒക്കെ നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ട്, നോക്കാൻ വേണ്ടിയിട്ട്. പൊതുവിൽ മാനസികമായ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും അത് നമ്മൾ മനസ്സിലൊതുക്കുക എന്നുള്ളതായിരിക്കും ഈ മാസം ഏറ്റവും നല്ലത്. പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ നമ്മളത് പ്രദർശിപ്പിച്ചിട്ട് പിന്നീട് നമുക്കത് മാറ്റാൻ സാധിച്ചെന്നിരിക്കില്ല. പിന്നെ നമ്മൾ കൂടുതൽ എതിരാളികളെ സൃഷ്ടിക്കാതിരിക്കുകയായിരിക്കും നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്നിരിക്കലും വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ശ്രമിച്ചാൽ പറ്റുന്ന
അതിനൊക്കെയുള്ള ആരംഭ കാര്യങ്ങളൊക്കെ നേടി തുടങ്ങാൻ പറ്റുന്ന മാസമാണ് കേട്ടോ. അടുത്തത് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന് ഈ ഒക്ടോബറിലെ ഫലം എന്താണെന്ന് നോക്കാം. കൃത്യതയില്ലാത്ത ജീവിതശൈലി കൊണ്ട് രോഗാവസ്ഥകൾ പിടിക്കാതെ നോക്കുക. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുക. ജോലി സംബന്ധമായിട്ട് വിദൂര സ്ഥലങ്ങളിലോ രാജ്യങ്ങളിലോ ഒക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ സമയമാണ്. അതുപോലെ മാനസികമായിട്ട് നമുക്ക് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തരണം ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് കുറേ തടസ്സങ്ങളും ഇതിനിടയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരികയും ചെയ്യും. എന്നാലും നമ്മൾ അധ്വാനം കൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ പരസ്പരം എല്ലാവരും തമ്മിൽ യോജിപ്പോടുകൂടി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതല്ല എങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷമങ്ങൾ അല്ലെങ്കിൽ അകൽച്ചകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നമുക്ക് പുണർദം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. പാരിതോഷികങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഈ മാസത്തിൽ തന്നെ പല കാര്യങ്ങളും മുടങ്ങിക്കിടന്നിട്ട് നമുക്ക് ഓരോ അവധിയൊക്കെ വെച്ച് നമ്മൾ മുടങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ ശ്രമിച്ചാൽ ഈ മാസം നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ കുറച്ച് അലസത മനോഭാവവും കുറച്ച് ശ്രദ്ധക്കുറവും ഒന്ന് മാറ്റി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ലൈഫിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന മാസമാണ് കേട്ടോ. തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് വിജയിച്ചു പോകാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് പൂയം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്രതീക്ഷകളൊക്കെ കൈവിടാതെ കണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്കൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്ന മാസമാണ്. മാനസികമായ ഉല്ലാസങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ സമയം കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കും. അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നവർക്കൊക്കെ അതിൻ്റെ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിച്ചാൽ ഈ മാസം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം കിട്ടുന്നതാണ്. അതുപോലെ സാമ്പത്തികമായ വിക്രയങ്ങളിൽ എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ രോഗാവസ്ഥകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡോക്ടറെ കണ്ട് നമ്മൾ അതിന് വേണ്ടുന്ന ഔഷധ പ്രയോഗങ്ങളൊക്കെ നടത്തേണ്ടതാണ്. ഒരുപാട് നമ്മൾ നീട്ടി വിടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. എന്നാലും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവാൻ യോഗമുള്ള മാസമാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്ത് നമുക്ക് ആയില്യം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്കും പൊതുവിൽ ലേശം ഉത്കണ്ഠ ആകുലതയൊക്കെ ഉണ്ടാകുമെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായി തന്നെ പോകുന്ന മാസമായിരിക്കും. എങ്കിലും മാനസികമായ ഒരു സംഘർഷം നമ്മളെ വിടാതെ പിന്തുടരുക, അതായത് മനസ്സിന് ബലമില്ലായ്മ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലായ്മയൊക്കെ നമ്മളെ വിടാതെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിന് ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ഒരു തേങ്ങലിൽ നിൽക്കുന്നവർക്കൊക്കെ ജീവിതത്തിന് നല്ലൊരു വഴികളൊക്കെ നമുക്ക് തുറന്നു കിട്ടുന്ന മാസമായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ്. എന്നാൽ നമ്മൾ വരവറിയാതെ ചിലവ് ചെയ്താൽ ഒരുപാട് ധനം കയ്യിൽ നിന്ന് ചാടിപ്പോവാനും സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മാനസികമായിട്ട് സന്തോഷം അല്ലെങ്കിൽ ജീവിത വിജയങ്ങളൊക്കെ നേടാൻ പറ്റുന്ന മാസമാണ്. അതിനുള്ള ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിൻ്റെ ആ ഒരു മങ്ങലൊക്കെ ഒന്ന് മാറി നമ്മൾ നല്ല രീതിയിൽ അതിന് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വിജയിച്ചു പോകുന്ന ഒരു സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടാതെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി മുടക്കിയിട്ട് തിരിച്ച് കിട്ടാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അങ്ങനെ കടങ്ങളൊക്കെ ഈ മാസം കിട്ടുവാനുള്ള സാധ്യത കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക. അടുത്ത നമുക്ക് മകം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുക, അല്ലെ പ്രതിബന്ധങ്ങളെ ഇതിനൊക്കെ ഒരു തടസ്സങ്ങൾക്കൊക്കെ ഒരു അറുതി വരിക, ജീവിതത്തിലെ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ കടന്നു വരുന്ന മാസമാണ്.
ജീവിത വിജയങ്ങൾ, നേട്ടങ്ങൾ, ആരോഗ്യം ഒക്കെ ഈ സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് നേടിയെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അലസത്വം കൊണ്ട് രോഗാവസ്ഥകൾ വരുത്തി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കേണ്ട ഭക്ഷണം പിന്നത്തേക്ക് ആട്ടെ എന്നൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് പേര് രോഗാവസ്ഥയിലേക്കൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ അതേക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ആരോഗ്യലേശം ക്ഷയിക്കുന്ന ഒരു സമയത്ത് നമുക്കതൊരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കെയർ ചെയ്യുക. പിന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ കടന്നു പോകാവുന്നുള്ളൂ. ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മാസമാണ്. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റുന്ന മാസമാണ് കേട്ടോ. അടുത്ത് നമുക്ക് പൂരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. വരുമാന വർധന ഉണ്ടാവുക, അതുപോലെ തന്നെ ശത്രുക്കൾക്കൊക്കെ ഒരു മാനസാന്തരം, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്ന ഒരു മാസമായിരിക്കും. പിന്നെ പൊതുവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം ഒക്കെ, അതായത് വരുമാന വർധനവ്, സാമ്പത്തികമായ പുരോഗതി, ജോലിയിലുള്ള ഉയർച്ച, സ്വത്ത് അതായത് ഭാഗം ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ സ്വത്ത് കൈവശം വന്നെത്തുക, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്നതും ആകും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ഒന്ന് നല്ലതുപോലെ ഈശ്വര വിചാരത്തോടു കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ഇനി ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവിൽ കുറേ തടസ്സങ്ങൾ, അതുപോലെ നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പുറത്തൊക്കെ പോകുന്നവരെ, വാഹനമൊക്കെ ഓടിക്കുന്നവരെ ഒന്ന് കെയർ ചെയ്യുക. ഹെൽമെറ്റൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ പേരിലൊരു പെറ്റി വന്നാലും നമുക്ക് നിയമ നടപടികളാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത്, ജോലി സംബന്ധമായിട്ട് അലസത ഈ മാസം ഒട്ടും കാണിക്കരുത്. ചെറിയൊരു അലസത കൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട വൻ നേട്ടം നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകും. ചെറിയൊരു അലസതയും മടിയൊക്കെ ഈ മാസം കൂടുതലായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ ഇതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ കുടുംബത്തിൽ സന്തോഷം, സമാധാനമൊക്കെ നിലനിൽക്കുന്ന മാസമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിനിടയിൽ വരാൻ സാധ്യത കുറവാണ്. വന്നാലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക, വിഷമിക്കുകയൊന്നും വേണ്ട. അടുത്ത് നമുക്ക് അത്തം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാർക്കും പ്രതീക്ഷിക്കുന്ന എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണെങ്കിൽ നിങ്ങളുടെ ദീനാനുകമ്പ കൊണ്ടും അല്ലെങ്കിൽ സഹായ മനസ്ഥിതി കൊണ്ടും മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു ഉപകാരമാണെന്ന് അവർക്കത് ഉപകാരമാണെന്ന് തോന്നി ചെയ്യുമ്പോൾ അത് അവർ ആ ടൈമിൽ അത് സ്വീകരിക്കുകയും മാറി കഴിയുമ്പോൾ നമുക്കിട്ട് തന്നെ പണി തരുന്നൊരവസ്ഥയാവരുത്. അപ്പോൾ കൂടുതൽ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയുള്ള പണിക്ക് പോകാതിരിക്കുക, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. ജീവിതത്തിലുള്ള പുരോഗതി, ബിസിനസ്സിലുള്ള ഉയർച്ചകൾ, അതുപോലെ തന്നെ ദൂരദേശ യാത്രകളൊക്കെ ധാരാളം വേണ്ടി വരുന്ന മാസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു മാസമാണ് കേട്ടോ. അതുപോലെ ശത്രു സംബന്ധമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്ക് തടസ്സങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്ന മാസമാണ്. കൃത്യമായ നിഷ്ഠയോടുകൂടിയുള്ള ഉപാസനകൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങൾക്കത് ഈ മാസം നേടിയെടുക്കാം. കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുള്ള എന്തെങ്കിലും ദുരിതങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള പരാജയങ്ങളൊക്കെ ആയിട്ട് ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ മാസം ജീവിതത്തിൽ വിജയം നേടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതി ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ചിത്തിര നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് വാക്കുതർക്കങ്ങൾ മൂലമുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥകൾ എന്തെങ്കിലും ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വെച്ചുകൊണ്ടിരുന്ന്, നമ്മൾ ആരോടും പറയാതെ വെച്ചുകൊണ്ടിരുന്ന് വലിയൊരു വിഷയമാക്കാതെ കണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ചെറുതൊക്കെ നമുക്ക് നിന്ന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും. ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടാവാതെ വളരെ സ്നേഹവും ഒരുമയും ഈ മാസം നമ്മൾ നിലനിർത്തുന്നത് നല്ലതായിരിക്കും.
അതുപോലെ ജീവിതത്തിലെ പുരോഗതികളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള മാസമാണ് കേട്ടോ. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ മതി. വളരെ കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ജീവിതത്തിലെ പുരോഗതികളൊക്കെ നേടിയെടുക്കാൻ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ വിജയം നേടാൻ പറ്റും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശ യോഗമുള്ള മാസമാണ്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൊക്കെ നമുക്ക് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ വിദ്യാർത്ഥികളെ വിദ്യയിൽ ഒരു ഉഴപ്പും കാണിക്കാതെ നല്ല രീതിയിൽ പഠിച്ചാൽ വിജയത്തിലേക്ക് എത്താവുന്ന മാസമാണ്. ഈ മാസം നല്ല രീതിയിലുള്ള പ്രാർത്ഥന അവർക്ക് ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു വിജയസാധ്യത ഉണ്ടാക്കി തരുന്ന മാസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. അടുത്തത് നമുക്ക് ചോതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ വ്യാപാര സംബന്ധമായിട്ടുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടാവും. മാനസികമായിട്ട് ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയമാണ്. രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കെയർ ചെയ്യണം. ചെറിയ ചെറിയ മടികളൊക്കെ മാറ്റിവെച്ച് നല്ല രീതിയിൽ നമ്മൾ ഊർജിതമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് തൊഴിലിൽ നിന്ന് നല്ല സൽപ്പേരുകളും പ്രമോഷനും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ വിദേശത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിദേശത്ത് പോകുന്നതിനും വിദേശത്ത് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിയാതെ തടസ്സങ്ങൾ മുഖാന്തരം നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ മാസം നാട്ടിലെത്തുന്നതിനും സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കണ്ടുമുട്ടുന്നതിനും അങ്ങനെയുള്ള ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും ഈ മാസം യോഗമുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു നേട്ടം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല വിജയങ്ങളുണ്ടാവും. ചെറിയ ചെറിയ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല രീതിയിലൊരു പ്രാർത്ഥനയൊക്കെ നടത്തിയെന്നാൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റുന്ന മാസം കൂടിയാണ് കേട്ടോ. അടുത്ത് നമുക്ക് വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. വിശാഖ നക്ഷത്രക്കാർക്ക് അലക്ഷ്യമായിട്ടൊക്കെയുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ആവശ്യമില്ല നമ്മൾ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് നമ്മൾക്ക് മനസ്സിലുണ്ടായിരുന്ന പിരിമുറുക്കങ്ങൾക്കൊക്കെ ഒരയവ് വരുന്ന മാസമാണ്. സ്നേഹിതരിൽ നിന്നൊക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അതുപോലെ തന്നെ കേസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിജയം ഉണ്ടാകാൻ പറ്റുന്ന മാസമാണ്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയാവുന്നതെന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമൊക്കെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ തന്നെ മുൻകൈയെടുത്ത് പരിശ്രമിക്കേണ്ടതാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകും. വിവാഹ തടസ്സമൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ ഈ മാസം നടക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല ഫലങ്ങൾ തരുന്ന മാസം തന്നെയാണ് ഈ മാസം. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അതിനു വേണ്ടി പരിശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കതിൽ വിജയിക്കാൻ സാധിക്കും. അടുത്ത് നമുക്ക് അനുജൻ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. അനുജൻ നക്ഷത്രക്കാർക്ക് നേത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വിഷമതകളോ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അത് പൊതുവിൽ നമ്മൾ നല്ല രീതിയിൽ ഔഷധങ്ങൾ കഴിക്കുകയോ ഡോക്ടറെ കാണുകയോ യഥാസമയം തന്നെ ഡോക്ടറെ കാണുകയോ ചെയ്യുക. അപ്പോൾ നമുക്കതിൽ നിന്നൊരു പ്രശ്നങ്ങൾ വരാതിരിക്കും. നമ്മൾ വളരെ കാലമായിട്ട് കയ്യിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ പുരോഗതി പ്രാപിക്കാൻ പറ്റുന്ന അനുകൂലമായ സമയമാണ്. അപ്പോൾ ഈ മാസം നമ്മൾ അധികവും കഴിവൊന്നും സമയം വേസ്റ്റ് ആക്കാതെ കണ്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതിൽ നമുക്ക് നല്ല പുരോഗതി കിട്ടി നേടിവരാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചകളും അതുപോലെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. മാനസികമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് ഉയർച്ചയുടെ പടവുകൾ ഓരോന്നായിട്ട് താണ്ടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ വീട് വെക്കണം അല്ലെങ്കിൽ വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങൾ, വാഹന നേട്ടം ഒക്കെയുള്ള സമയമാണ്. ശ്രമിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ആഞ്ഞ് പരിശ്രമിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൃത്യമായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം കാണാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. അധികാരശക്തി, സാമർഥ്യം ഇവ കൊണ്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പുരോഗതി, പല വഴിക്കുന്നുള്ള പുരോഗതികൾ നമ്മളെ തേടിയെത്തുന്ന മാസമാണ്. മാനസികമായ ഉല്ലാസങ്ങളും സന്തോഷങ്ങളും നമ്മൾ നേടിയെടുക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ പൊതുവിൽ നമുക്ക് നല്ല രീതിയിലുള്ള സന്തോഷവും സമാധാനവും
മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നമ്മൾ അലസതയ്ക്ക് ഒന്ന് മാറ്റി, ഒന്ന് മടി മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ദ്രവ്യലാഭം, അതുപോലെ തന്നെ ഭൂമി ലാഭം, സാമ്പത്തികമായ നേട്ടങ്ങൾ, ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാവുക, ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് നേട്ടങ്ങൾ നേടിയെടുക്കുക, മാനസികമായിട്ടുള്ള സങ്കടങ്ങളൊക്കെ മാറി നല്ലൊരു ഉണർവിലേക്ക് നമ്മൾ മാറുക, അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് ജീവിതത്തിൽ വിജയിച്ച് പോവാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പൂരാട നക്ഷത്രത്തിൻ്റെ ഫലം നോക്കിയാലോ. കാര്യവിജയം സിദ്ധിക്കുമെങ്കിലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട മാസമാണ്. മാനസികമായിട്ടുള്ള മനപ്രയാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ കൊണ്ടൊക്കെയുള്ള പെട്ടെന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കരുതൽ ആവശ്യമാണ്. ജീവിതത്തിൻ്റെ പുരോഗതി നേട്ടങ്ങളൊക്കെ നേടാൻ പറ്റുന്ന സമയമാണ്. മാനസികമായിട്ട് സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ കിട്ടുന്ന മാസം കൂടിയാണ്. ജോലി സംബന്ധമായിട്ടുള്ള പ്രമോഷന് അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങളൊക്കെ നേടാൻ പറ്റും. വാഹനം മാറ്റി വാങ്ങുന്നതിനോ പുതിയതെടുക്കുന്നതിനോ യോഗമുള്ള മാസമാണ്. വിവാഹം നടക്കാൻ വൈകുന്നവർക്ക് വിവാഹമൊക്കെ നടക്കാൻ പറ്റുന്ന സമയമാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടും, അല്ലെങ്കിൽ നമ്മളെ തേടിപ്പിടിച്ച് വരുന്നു എന്ന് പറഞ്ഞ പോലെ അനുകൂലമായിട്ടുള്ള വിവാഹാലോചനകളൊക്കെ തേടിയെത്താനും വേഗുന്നത് വിവാഹ കാര്യങ്ങൾ മംഗളകരമായി നടക്കാനും ഒക്കെ സാധ്യതയുള്ള മാസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ശ്രമിക്കുക. കാരണം നമ്മൾ എന്തൊരു നല്ല ഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുവേണ്ടി നമ്മൾ ട്രൈ കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് സക്സസ് ആകാൻ സാധിക്കും കേട്ടോ. അടുത്ത് നമുക്ക് ഉത്രാട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. വ്യാപാര സംബന്ധമായി ലാഭമുണ്ടാകുമെങ്കിലും കിട്ടുന്ന ധനം നമ്മുടെ കയ്യിൽ നിന്ന് അധിക ചെലവ് വന്ന് തീർന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ കരുതലെടുക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ. ജീവിതത്തിൻ്റെ പുരോഗതിയിൽ എത്തി നിൽക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണെങ്കിലും നമ്മൾ ധനം എടുത്തു കൊടുക്കുകയും പിന്നീട് അത് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവാനും സാധ്യത കൂടുതലുണ്ട്. വാങ്ങുന്നവരത് ഉറപ്പായിട്ടും മറക്കുകയും മേടിക്കുന്നവരും കൂടി മറക്കുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടാത്തൊരവസ്ഥയാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള വലിയ വലിയ സഹായങ്ങൾക്കൊക്കെ പോവാതിരിക്കുന്നതായിരിക്കും ഈ മാസം വളരെ നല്ലത്. കാരണം ഈ മാസം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള മാസങ്ങൾ തിരിച്ചു കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ജാമ്യനിക്കലൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുന്നത് പിന്നീടുള്ള നമുക്ക് ഭാവി കാര്യങ്ങൾക്ക് ഉപകാരമായിരിക്കും, അല്ലെങ്കിൽ നേട്ടമായിരിക്കും കേട്ടോ. ബിസിനസ്സിലൊക്കെ വിജയമുണ്ട്, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തൊഴിൽ അഭിവൃദ്ധിക്കുള്ള മാസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിജയം നേടുന്ന മാസമാണ് കേട്ടോ. അടുത്ത് നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ബന്ധുമിത്രാദികളുമാക്കിയായിട്ട് ഒരു സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്ത് ചാടിയുള്ള വാക്കുകളുടെ പ്രയോഗം നമ്മുടെ പല ബന്ധങ്ങളെയും നമുക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയേറും. അതുപോലെ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സംഘർഷ അവസ്ഥകൾക്കൊക്കെ ഒരു അയവ്, അല്ലെങ്കിൽ നമുക്ക് പല ജീവിത പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നിലനിൽക്കുന്ന മാസമാണ്. അത് വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടൊക്കെ കൂടി നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതിയും നമുക്ക് ഈ മാസം ഉണ്ടാവുന്നതാണ്. അത് ജീവിതത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ ലക്ഷ്യമില്ലായ്മയിലൊക്കെ ഒരു മാറ്റം വരുന്നത്. എന്നാൽ പുതിയതായിട്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശ്രമിച്ചാൽ വസ്തു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോ വാഹനമൊക്കെ വാങ്ങുന്നതിനോ ഒക്കെ സാധിക്കുന്ന മാസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മളതിന് വേണ്ടി ശ്രമിച്ചാൽ മതി, നമുക്കതിൽ നിന്ന് നേട്ടം ഉണ്ടാകും. അടുത്ത നമുക്ക് അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം. അവിട്ടം നക്ഷത്രത്തിന് നമുക്ക് നല്ല ജീവിത പുരോഗതി, അതുപോലെ തന്നെ വരുമാന വർധനവ്,
സാമ്പത്തികമായിട്ടുള്ള ഉന്നതി അല്ലെങ്കിൽ നമുക്ക് സഹായങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ തിരിച്ചു കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്ന മാസമാണിത്. വിവാഹം ഒക്കെ വൈകി നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന മാസം കൂടിയാണ്. എന്നാലും നമുക്ക് തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തലപൊക്കി കാണിച്ചുകൊണ്ടിരിക്കും. അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. എന്നാലും നമുക്ക് ജീവിതത്തിൽ പല ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളോടായിട്ട് ഒട്ടു നിൽക്കുന്ന പലരും മാനസികമായിട്ടുള്ള ഒരകൽച്ചയൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കേട്ടോ. എന്നാലും പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മാസമാണ്. അതൊന്ന് കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിലെ പുരോഗതികൾ, നേട്ടങ്ങൾ, വിജയങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന മാസമാണ് കേട്ടോ. അതുപോലെ ദമ്പതികൾ തമ്മിൽ കലഹമൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളിലൊക്കെ കുഞ്ഞു വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പൊക്കോളും. അടുത്ത് നമുക്ക് ചതയ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ചതയ നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, കുടുംബത്തെ അലോഹ്യങ്ങളും ചെറിയ ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കഴിവതും നമ്മൾ അധികം പ്രതികരണം നടത്താതിരിക്കുക എന്നുള്ളതാണ് ഉത്തമമായ കാര്യം. ജീവിതത്തിൻ്റെ വിജയങ്ങൾക്കും അല്ലെങ്കിൽ ജീവിത പുരോഗതിക്കും നമുക്ക് സാധിക്കുന്ന മാസമാണ്. ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ലൈഫിനെ മുന്നിൽ നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി ഏതൊരു കാര്യം ചെയ്താലും നമുക്ക് വിജയിക്കാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, ജീവിത വിജയം അല്ലെങ്കിൽ തൊഴിലഭിവൃദ്ധി, തൊഴിൽ നിന്നുള്ള വരുമാന വർധനവ് ഒക്കെ ശ്രമിച്ചാൽ കിട്ടുന്ന മാസം കൂടിയാണിത്. അതുപോലെ ജീവിതത്തിൻ്റെ പല വഴിത്താരകളിൽ നിന്ന്, പല കണ്ടുമുട്ടിയ വ്യക്തികളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് നമുക്കൊരു പക്ഷേ സാമ്പത്തികമായ നേട്ടം അല്ലെങ്കിൽ ധനനേട്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുള്ള മാസമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കതൊക്കെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത് നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അപാകതയുള്ളവർക്ക് ഈ മാസം അതൊക്കെ നല്ല കുഴപ്പമില്ലാതെ പോകുന്ന സമയമായിരിക്കും. ശത്രുഭയം അല്ലെങ്കിൽ മാനസികമായ വ്യതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ നേട്ടം, ജീവിത പുരോഗതികൾ അല്ലെങ്കിൽ അഭിവൃദ്ധി, സന്താനങ്ങളുടെ ഉന്നമനം, ഈ കാര്യങ്ങളൊക്കെ ഈ മാസം നേടിയെടുക്കാവുന്നതാണ്. കുടുംബത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുക. ജീവിതത്തിലെ പല വിഷമസന്ധികളിലും തരണം ചെയ്ത് അതിനെയെല്ലാം ഒരുപാട് അനുഭവിച്ച് കടന്നു പോകുന്ന നക്ഷത്രക്കാരായിരിക്കും പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്നാലും മാനസികമായ സംഘർഷാവസ്ഥയിൽ അതിൽ നിന്ന് മോചനം കിട്ടുന്നതിന് അവനവന് ഇഷ്ടമുള്ള ആചരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. തൊഴിൽപരമായി നിൽക്കുന്നവർക്കൊക്കെ പ്രൊമോഷനൊക്കെയുള്ള സാധ്യതകളും എന്നാലുണ്ട് കേട്ടോ. അതിനൊക്കെ നമ്മുടെ ഒരു ശ്രമവും പരിശ്രമവും മാത്രം മതി ജീവിതത്തിൽ പുരോഗതികളും വിജയങ്ങളും നേടിയെടുക്കുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കൂ. അടുത്ത നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ധനപുഷ്ടി അല്ലെങ്കിൽ ആരോഗ്യവർദ്ധനവ്, മാനസികമായ സന്തോഷം, സംഘർഷാവസ്ഥകൾക്കൊക്കെ ഒരയവ് വരിക, ജീവിതത്തിൻ്റെ പുരോഗതികൾ, സന്താനങ്ങളുടെ ശ്രേയസ്, വിവാഹം, വിദ്യാപുരോഗതികളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്ന് നമുക്ക് സഹായം ചെയ്ത പലരും വീണ്ടും നമുക്ക് സഹായത്തിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരു സഹായ മനോഭാവം അല്ലെങ്കിൽ ഒരു അനുകൂല അവസ്ഥയിലേക്കൊക്കെ അവരുമായിട്ട് ഭിന്നിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു അനുകൂല അവസ്ഥയിലേക്കൊക്കെ വന്നെത്താനുള്ള സാധ്യത കൂടുതലുള്ള മാസമാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഈ പ്രതിസന്ധിയൊക്കെ ഈസി ആയിട്ട് അങ്ങ് തരണം ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ പുതിയ വീട് വയ്ക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ മാസം ശ്രമിച്ചാൽ അതിന് സാധിക്കുന്നതാണ്. സാമ്പത്തികമായ പുരോഗതികളും നമുക്ക് ഉണ്ടാവും കേട്ടോ. അതിലൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നമ്മളെല്ലാത്തിനും ഒന്ന് ശ്രമിക്കുക, ഒരു നന്നായി പരിശ്രമിക്കുക. ജീവിതത്തിലെ വിജയവും നേട്ടവും എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ആരോഗ്യ വർധനവ് അനുഭവപ്പെടും, ജീവിതത്തിൽ വിജയങ്ങൾ നേടുക, ധനപുഷ്ടി ഉണ്ടാവുക, തെറ്റിദ്ധരിക്കപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ തെറ്റുകാരനല്ല എന്ന് ബോധ്യം വരിക മറ്റുള്ളവർക്ക്, മാനസികമായിട്ടുള്ള സന്തോഷങ്ങളെയൊക്കെ ഒന്ന് മുറുക്കി പിടിച്ച് ഒരുപാട് അങ്ങ് ആഹ്ലാദിക്കാൻ നമ്മൾ ശ്രമിക്കരുത്.
അത് പെട്ടെന്ന് ശത്രുക്കളുടെ ശ്രദ്ധ നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തും. എന്നാലും ജീവിതത്തിൽ പൊതുവിൽ പുരോഗതി, വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സമുള്ളവർക്ക് അതൊക്കെ നടക്കാനുള്ള യോഗം, ദമ്പതികൾ തമ്മിൽ അകന്ന് കഴിയുന്നവർക്ക് ഒരു പരിഹാര ചർച്ചയിൽ കൂടിയോ അല്ലെങ്കിൽ ശ്രമത്തിൽ കൂടിയോ ഒക്കെ ആ കാര്യങ്ങളൊക്കെ യോജിപ്പിച്ച് ഒന്നിച്ച് പോകാവുന്നതേ ഉള്ളൂ. സന്താനപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ചെറിയ മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും പൊതുവിൽ വളരെ നല്ല സമയമാണ് ഈ മാസം. അതുകൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം പറഞ്ഞ എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ചെറിയ വിഷമസന്ധികൾ അല്ലെങ്കിൽ ചെറിയ ദുരിതങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ യഥാവിധി നമ്മുടെ യഥാശക്തി പോലെ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും നമ്മുടെ കഴിവ് പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. അതുപോലെ തന്നെ ദേവിയെങ്കിൽ പ്രാർത്ഥന, അർപ്പണത്തോടു കൂടിയുള്ള മാനസികമായ അർപ്പണത്തോടു കൂടിയുള്ള അർച്ചനകൾ, പ്രാർത്ഥന ഒക്കെ നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കും. അതുപോലെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വിഷ്ണുവെങ്കിൽ നമുക്ക് പ്രാർത്ഥന, വഴിപാടുകളിലുപരി നമ്മളെപ്പോഴും എന്തൊരു കാര്യത്തിനും ഇപ്പോൾ നമുക്ക് വഴിപാടുകൾ പറയുമ്പോൾ ഒരുപാട് വഴിപാടുകൾ പറയാനുണ്ടാവും. അതിലുപരി യാതൊരു ഫലേച്ഛയുമില്ലാതെ കണ്ട് ഇനി ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണമേ എന്ന് ചിന്തിക്കാതെ കണ്ട് ഫലേച്ഛയില്ലാതെ ഈശ്വരനെ അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ അർപ്പണം നമ്മളെ തന്നെ സ്വയം നമ്മൾ ഈശ്വരനെ അർപ്പിക്കുന്ന ഒരർപ്പണ മനസ്സോടു കൂടിയുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ചോദിച്ച് കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ ഒരു വഴിപാട് അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ അർപ്പണത്തോടു കൂടി, കാരണം എന്ത് സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും എനിക്ക് അവിടെ നിന്നേ ഉള്ളൂ അഭയം, ഞാൻ ആ പാദത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു അർപ്പണത്തോടു കൂടി നിന്നാൽ ആരെന്ത് ചെയ്താലും നമുക്കത് അതിൽ നിന്നെല്ലാം തരണം ചെയ്യുവാൻ ആ ഒരു ശക്തി നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് അതങ്ങനെ ചെയ്യും. കുറേ വഴിപാടുകൾ പറയാത്തത് അതുകൊണ്ടാണ്. എല്ലാ നക്ഷത്രക്കാർക്കും വേണേൽ വഴിപാട് പറഞ്ഞുതരാം, പക്ഷെ ആ വഴിപാടിലുപരി ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പൈസയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിഷ്കളങ്കമായ നിഷ്കാമമായ മനസ്സോടു കൂടിയുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്ത ഗ്രഹപ്പിഴകളൊന്നുമില്ല. അപ്പോൾ എന്ത് ഗ്രഹപ്പിഴകളുണ്ടെങ്കിലും ഏത് വലിയ സമയദോഷമുണ്ടെങ്കിലും മരണദോഷമാണെങ്കിൽ പോലും നമ്മൾ ഈശ്വരെങ്കിൽ അഭയം പ്രാപിച്ച് നമ്മുടെ ആചരണം നമുക്ക് ഇഷ്ടമുള്ള ഈശ്വരനാരോ അല്ലെ ഇഷ്ടമുള്ള ദേവതയാരോ വേണ്ട, പ്രകൃതി ആയിക്കോട്ടെ ജലമായിക്കോട്ടെ, നമ്മുടെ എന്തെങ്കിലും ഒന്നിലേക്ക് നമ്മൾ മനസ്സ് കേന്ദ്രീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒന്നിൽ തന്നെ നമ്മൾ അഭയം തേടുമ്പോൾ ആ ഒന്നിൽ നിന്ന് നമുക്ക് അഭയം കിട്ടുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അത് ഇന്നതെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ആളെന്ന് ഞാൻ പറയണില്ല, കാരണം ഇതിനകത്ത് എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം പറയണില്ല. പിന്നെ നമ്മളോട് പെൻഡുലത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചൊക്കെ. ഇത് നമ്മൾ പെൻഡുലം ഇപ്പോൾ തന്നെ ഞാൻ നോക്കി പറയണമല്ല, ഓൾറെഡി ഞാൻ എല്ലാ നക്ഷത്രത്തിൻ്റെയും നോക്കി എഴുതി വെച്ചിട്ട് തന്നെയാണ് പറയണത്. പിന്നെ ഇത് എന്താണ് ഈ പെൻഡുലം എന്നറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ സമയത്ത് നമ്മൾ പെൻഡുലം കാണിക്കുന്നത്. മറ്റേ അവർ വിചാരിക്കും ചിലപ്പോൾ ഇത് കവടി നോക്കിയിട്ട് പറയണമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഓരോ നക്ഷത്രം എടുക്കുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കവടി എടുക്കണതാണ്. കവടിയല്ല, പെൻഡുലം എടുക്കുന്നതാണ്. ഞാനിത് പറയുന്നത് പെൻഡുലം തന്നെ വെച്ചിട്ടാണ്. അത് നേരത്തെ നോക്കി എഴുതി വെച്ചിട്ട് തന്നെയാണ് പറയണത്. കാരണം പെൻഡുലത്തിൻ്റെ ആ ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലം ചിന്തിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആ ടൈമിൽ തന്നെ നോക്കിയിട്ടല്ല. ആ ടൈമിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പെൻഡുലം 27 എല്ലാ നക്ഷത്രത്തിൻ്റെയും ഫലം പറഞ്ഞു വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് സമയമെടുക്കും. ഓരോ കാര്യങ്ങളും ചോദിച്ച് പറഞ്ഞു വരും, നമുക്ക് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ അത് നോക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത്രയും സമയം എന്നോട് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.